ഈ 10 രൂപ കൊണ്ട് നമുക്ക് ഒരാളെ വിഷമം തീർത്താലോ? ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി റഹ്മത്ത് നഗറിലാണുള്ളത്. നമ്മളെ ആലങ്കാട് ചേക്കുക്കാൻ്റെ ഒരു വിഷമം തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അറിയുന്നത് കൊണ്ടാണ് വരുന്നത്. നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഒരു 10 രൂപ ഉണ്ട്. വെറും 10 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. ചേക്കുക്കാക്ക് കിഡ്നി പേഷ്യൻ്റ് ആണ്. ചേക്കുക്കാൻ്റെ വൈഫ് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. മൂപ്പർക്ക് ഒരു മോള് ഒരു മോനുണ്ട്. അപ്പോൾ ഈ ഒരു മോള് വീട്ടു ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാടക വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കുന്നത്. പറയാൻ കാരണം എന്താ അറിയോ? ഈ വാടക വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. നമ്മളെ ഇവിടുത്തെ വാർഡ് മെമ്പറായ അസീസ്ക, അതുപോലെ തന്നെ നമ്മളെ അസൈനാർക്ക, മഹല്ല് കമ്മിറ്റി മുഹമ്മദ് അലിക്ക എല്ലാവരും കൂടി ഉണ്ട്. ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഇവരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇവരെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. എൻ്റെ ഈ ഒരു പേജിൽ ഏകദേശം 2,73,000 ആൾക്കാർ ഇത് കാണുന്നറിയാം. ഒരു 10 രൂപ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ചായ കുടിക്കുന്ന പൈസ. നിങ്ങൾ എന്തായാലും ഇതിന് ഞാനൊരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇവിടുത്തെ കാര്യം കെട്ടിടപ്പണി എടുത്തിട്ട് സുഖമായിട്ട് കുടുംബം പുലർത്തുന്ന ഒരാളാണ് ആലങ്കാടൻ ചേക്കു. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗം ഉണ്ടായും. 8 വർഷമായിട്ട് പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും ഇടപെടൽ മൂലം ഇന്നും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ക്യാൻസർ രോഗബാധിതയാണ്. ആശ്രയം ഉണ്ടായിരുന്ന ഒരു മകൻ ഏതാണ്ട് ഒരു 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റ് പെട്ടിട്ട് ഇടുപ്പിൽ നിന്ന് തകരാറ് സംഭവിച്ച് ഭാരപ്പെട്ട ജോലി എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കുടുംബത്തിന്റെ നിലപാട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരുമകൾ റിയാസ് എന്ന് പറയുന്ന മകന്റെ ഭാര്യ വീട്ടുവേല ചെയ്തിട്ടാണ് ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ഇടിഞ്ഞു പൊളിയാറായ വീട് മാറ്റിക്കൊടുക്കുക എന്നുള്ള സംവിധാനത്തില് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വീട് അനുവദിക്കേണ്ടായി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 4 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ വീട് പുനർക്രമീകരിക്കുക, ആ വീട്ടിൽ നിന്ന് ഈ വാടകപ്പുരയിൽ നിന്ന് ഇവരെ മാറ്റുക, നിരന്തരമായിട്ട് ചികിത്സാ സംവിധാനങ്ങൾ വരുന്ന ഈ 2 ആളുകളെ ചികിത്സിക്കുക, വാരിച്ച ചെലവ് വരുന്ന ഈ ചികിത്സാ ചെലവും കൂടെ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബമുള്ളത്. ഈ പെൺകുട്ടി, ഈ മരുമകൾ എന്ന പെൺകുട്ടി ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഞങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ട് നിരന്തരമായിട്ട് ഞങ്ങളുടെയൊക്കെ സഹായത്തോടെ പല സംഘടനകളും പല ആളുകളുമാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വീടെന്ന സ്വപ്നം ഇവരെ സാക്ഷാത്കരിക്കാൻ ഇവിടുത്തെ പാവങ്ങളാൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതെന്തായാലും തീർച്ചയായും കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി, അതിനൊരു അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അല്ലേ? ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മളെ ഇവിടുത്തെ മെമ്പറായ അസീസ്ഖാന്റെ നമ്പറാണ് നമ്മൾ ഇതിൽ കൊടുത്തത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളെ ആൾക്കാർ വിളിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, ഇവിടുത്തെ കൗൺസിലറാണ്, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ കൂടിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ പുള്ളിയുടെ നമ്പർ കറക്റ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരി ബീനാച്ചിക്ക് അടുത്ത് തൊട്ടപ്പൊങ്കലത്തെ ഒരു സ്റ്റോൺ ഗാലറി. അവര് ഇത് പറഞ്ഞ ഉടനെ അവരെ 2ാമത്തെ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഒരു 5,000 രൂപയുടെ സാധനം ഈ വീട്ടിലേക്ക് അവർ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ഇത് പറയാതെ ഒരു പ്രചോദനമായിട്ട്, അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഷോപ്പുകാരും നിങ്ങൾ മാറ്റിവെച്ച 10 രൂപയാണെങ്കിലും അത് നമ്മൾക്ക് വലുതായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചേക്കുക്കെ ഈ ഒരു ഫാമിലിയെ കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് മാറും. അതിനുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ? വരൂലേ? ഇൻഷാ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന തീർച്ചയായിട്ടും. ഒന്നും കൂടി നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾ ഇനി അടുത്ത വരുത്തിന് ഞാൻ വരുമ്പോൾ നിങ്ങൾ ആ വീട്ടിലേക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പറയാനുള്ള എന്താ അറിയോ, ഇത് മാക്സിമം നമ്മൾ പല രീതിയിൽ ഗീവ് അവേ അതും ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊണ്ട് ഈ 10 രൂപ എടുക്കാനില്ലേ? മാക്സിമം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതാ എന്റെ മോന്റെ അടുത്ത് ഒരു 50 റുപ്യ ഉണ്ട് കേട്ടോ. ഇതുപോലെ മക്കളെ കയ്യിലുള്ള പൈസ വരെ നമുക്ക് ഇതിൽ സ്വരൂപിച്ചിട്ട് ഈ ഒരു പരിപാടി നമുക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ചേക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കണ്ടേ? ഇതുപോലെ മക്കൾക്ക് മുട്ടായി വാങ്ങാൻ കൊടുത്ത പൈസ വരെ ഇതിലേക്ക് നിങ്ങൾ വെച്ചാൽ മതി. നിങ്ങൾ അത് പ്രചോദിപ്പിക്കുക, മക്കൾക്ക് വേണ്ടി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനം കൊടുക്കുക അല്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി വേണ്ടിയിട്ട് പല പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ആൾക്കാർ വന്നേ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഈ ഒരു 10 രൂപ സഹായിച്ച് നമ്മുടെ ചേക്കുക്കാർക്ക് കുടുംബത്തിന് നല്ലൊരു വീട്, ആ നല്ല വീട് വെച്ചാൽ വീടൊന്ന് പണി തീർത്ത് അതിലേക്ക് കയറി കിട്ടിയാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് നടത്തും കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുക.